സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തക പരിചയ പ്രഭാഷണ പരമ്പര അത് 16 കഴിഞ്ഞു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിട്ട് 52 വർഷമായി. ഈ 52 വർഷമായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ പ്രഭാഷണം നടത്തി വരികയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും വൈജ്ഞാനിക സാഹിത്യവും, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ശാസ്ത്ര സാഹിത്യവും, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാഷാശാസ്ത്രവും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങളും നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ളത്, സാഹിത്യ സംബന്ധിയമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭാഷാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒക്ടോബർ 11 ഞങ്ങളൊരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 11 മഹാകവി ചങ്ങമ്പുഴയുടെ 109ാമത് ജന്മവാർഷിക ദിനമാണ്. 37 വയസ്സുകൊണ്ട് അസാധാരണമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തി. സർഗാത്മകമായിട്ട് ഒരുപക്ഷെ 20 വർഷം മാത്രമേ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു 100 കൊല്ലമോ അല്ലെങ്കിൽ നവതിയിലെത്തിയ ഒരു ഒരാളിന് ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തു തീർക്കാവുന്നതിലധികം കാര്യങ്ങൾ 37 വയസ്സിനുള്ള ആ മഹാമനുഷ്യൻ ചെയ്തു തീർത്തു എന്ന കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ ഗദ്യകൃതികൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഒക്ടോബർ 11 ഇന്ന് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ പ്രകാശനം ചെയ്യാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ ഞായറാഴ്ച ദിവസമാണ്, ഓൺലൈനിൽ മാത്രമേ അത് പ്രകാശനം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് മാറ്റിവെച്ചതാണ് മറ്റൊരു ദിവസത്തേക്ക്. പക്ഷേ ചങ്ങമ്പുഴയുടെ ജന്മദിനം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ചങ്ങമ്പുഴ കാവ്യ സംസ്കൃതി എന്നോ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ വിളിക്കാവുന്നതോ ആയ ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ചുള്ള പഠന ഗ്രന്ഥം താമസിയാതെ പ്രസിദ്ധീകരിക്കും. ചങ്ങമ്പുഴ മാത്രമല്ല, ഇടപ്പള്ളി രാഘവൻപിള്ള, വയലാറ്, പി ഭാസ്കരൻ, അങ്ങനെ പലരുടെയും പ്രധാനപ്പെട്ട കവികളുടെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ചുള്ള പഠനവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് എൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്നത് ശ്രീ പെരപ്പൻകോട് മുരളി. പെരപ്പൻകോട് മുരളിയാണ് ഇന്ന് ചങ്ങമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി ഇരുന്നു കൊണ്ട് തന്നെ മുഴുവൻ സമയ സാഹിത്യകാരനുമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പെരപ്പൻകോട് മുരളിയുടെ സവിശേഷത. അപൂർവമായിട്ട് മാത്രമേ അത്തരം ജനുസുകൾ മലയാളത്തിലുള്ളൂ. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകന് മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തകനാകാൻ കഴിയാറില്ല. രണ്ടും 2 തരത്തിലുള്ള ജോലിയാണ്, രണ്ടും 2 തരത്തിലുള്ള പ്രവർത്തനമാണ്, രണ്ടും 2 തരത്തിലുള്ള തിരക്കുണ്ടാക്കുന്നതാണ്. ചങ്ങമ്പുഴയെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ കൃതികളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ശ്രീ പെരപ്പൻകോട് മുരളി 4 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജീവചരിത്രകാരമായ സംബന്ധമായ സ്നേഹിച്ചു തീരാത്ത ഗന്ധർവൻ, മലയപ്പുലയനും EMS, രമണൻ, കളിത്തോഴി എന്നിങ്ങനെ 4 നാടകങ്ങൾ. ആ നാടകങ്ങൾക്കുള്ള ഗാനങ്ങൾ ഒക്കെ എഴുതിയത് ശ്രീ പെരപ്പൻകോട് മുരളിയാണ്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പൊതുപ്രവർത്തനം തുടങ്ങി. അന്നു മുതലേ കവിത എഴുതി തുടങ്ങി. മലയാളത്തിലെ കവികളുടെ പിൻപറ്റിക്കൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തി നേടിയ ശ്രീ പെരപ്പൻകോട് മുരളിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, ഇന്ന് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായൊരു ദിവസമാണ്. മഹാകവി ചങ്ങമ്പുഴ ജനിച്ചിട്ട് ഇന്ന് 109 വർഷം തികയാണ്. അതായത് ചങ്ങമ്പുഴ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 109 വയസ്സാകുമായിരുന്നു എന്നർത്ഥം. നിർഭാഗ്യവശാൽ അദ്ദേഹം തൻ്റെ 37ാമത്തെ വയസ്സിൽ 1948 ജൂൺ 17 അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുകയാണ് ചെയ്തത്. പക്ഷേ ഈ 37 വയസ്സിനകത്ത് മലയാള സാഹിത്യത്തിൽ ഇന്നോളം ആരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം 22 ഖണ്ഡകാവ്യങ്ങളും 24 കാവ്യ സമാഹാരങ്ങളും ഏതാണ്ട് 18ഓളം ഗദ്യകൃതികളും രചിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ 64 കൃതികൾ അദ്ദേഹത്തിൻ്റെതായി നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചങ്ങമ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ചെയ്യേണ്ട കൃത്യം അദ്ദേഹത്തിന് സർഗാത്മക രചന കേവലം 10-15 വർഷം മാത്രം സർഗജീവിതമുള്ള ചങ്ങമ്പുഴ ചെയ്തു എന്നതാണ് അത്ഭുതകരമായൊരു കാര്യം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. അതേപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ
അന്ധമായി എതിർക്കുകയും ചെയ്തിരുന്നു. ആരാധനയെയും അന്ധമായ എതിർപ്പിനെയും വകവയ്ക്കാതെയാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ രചനയും സാഹിത്യ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയത്. 1911 ഒക്ടോബർ 11 ചങ്ങമ്പുഴ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. മട്ടാഞ്ചേരി, അതായത് കൊച്ചിയിലെ മട്ടാഞ്ചേരി, ആ മട്ടാഞ്ചേരിയിലെ തെക്കേടത്ത് നാരായണ മേനോൻ്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ചങ്ങമ്പുഴ ജനിച്ചത്. ചങ്ങമ്പുഴ ജനിക്കുമ്പോൾ അങ്ങേയറ്റം ദരിദ്രമായ ഒരു ചുറ്റുപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ചങ്ങമ്പുഴ തറവാട് ഒരു സമ്പന്നമായ തറവാടായിരുന്നു. എടപ്പള്ളി രാജാക്കന്മാരുടെ സർവ്വസൈന്യാധിപനായിരുന്ന മാർത്താണ്ഡപ്പണിക്കരുടെ കുടുംബമാണ് ചങ്ങമ്പുഴ തറവാട്. കൊട്ടാരത്തിൽ നിന്ന് അവർക്ക് പതിച്ചു കൊടുത്ത സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചങ്ങമ്പുഴ തറവാട്ടിൽ ചങ്ങമ്പുഴ ജനിക്കുമ്പോൾ വളരെ ദാരിദ്ര്യം, വളരെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണ മേനോൻ ചങ്ങമ്പുഴയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചു. എന്നിട്ട് ചങ്ങമ്പുഴയെ വളർത്തിയത് അമ്മയാണ്. ആ അമ്മയോടാണ് വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്ക് ജീവിതം മുഴുവൻ അങ്ങേയറ്റത്തെ കടപ്പാടും അങ്ങേയറ്റത്തെ വിധേയത്വവും ഉണ്ടായിരുന്നത് എന്ന് ഭാവിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ചങ്ങമ്പുഴയുടെ സർഗജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ പ്രധാനമായി 3 ഘടകങ്ങളാണ് ചങ്ങമ്പുഴയുടെ സർഗജീവിതത്തെ സ്വാധീനിച്ചത്. അതിലൊന്ന്, ഒരുപക്ഷെ ഈ നിരീക്ഷണത്തോട് യോജിക്കാത്തവരുണ്ടാകാം, പക്ഷെ ഞാൻ ചങ്ങമ്പുഴ കവിത ഏതാണ്ട് 10-50 കൊല്ലമായി നിസ്തന്ത്രമായി പിന്തുടരുന്ന ഒരു എളിയ വിദ്യാർത്ഥിയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ചങ്ങമ്പുഴയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതുമായ കാര്യം, അടുത്ത സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ തീരെ മോശപ്പെട്ടവരാരുമല്ല, അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറിനെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനങ്ങൾ മറ്റാളുകൾക്ക് എത്തിച്ചിരുന്ന എടപ്പള്ളിയിലെ TKP പണിക്കരെ പോലുള്ള ആളുകൾ, അതുപോലെ പ്രൊഫസർ എം കൃഷ്ണനായർ സാറിനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒരു നിരവധി ആളുകൾ, ചങ്ങമ്പുഴയുമായിട്ട് അടുത്ത് ബന്ധമുള്ള ആളുകൾ, ചങ്ങമ്പുഴയുടെ സഹപാഠിയായിരുന്ന സാക്ഷാൽ MK ദേവയ്ക്കുട്ടിയമ്മ, അതുപോലെ ചങ്ങമ്പുഴയുടെ അതേ കാലത്ത് കോളേജിൽ പഠിച്ചിരുന്ന പ്രൊഫസർ ഗുപ്തൻ നായർ സാറ്, ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ എനിക്കുള്ള നിരന്തര ബന്ധവും ഞാൻ എൻ്റെ ചങ്ങമ്പുഴ പഠനവും കൂടെ ചേർത്തിട്ടാണ് ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 7 സ്ത്രീകളാണ് വാസ്തവത്തിൽ ചങ്ങമ്പുഴയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം. അദ്ദേഹത്തിൻ്റെ കവിതയെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും വഴിതിരിച്ചു വിടുന്നതിൽ 7 സ്ത്രീകൾക്ക് അങ്ങേയറ്റത്തെ അടുപ്പമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ്. അമ്മ കഴിഞ്ഞ അദ്ദേഹത്തിന് വേറെ ആരുമുള്ളൂ. എത്ര കർക്കശക്കാരനാണ് ചങ്ങമ്പുഴയെങ്കിലും, ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനാണ് ചങ്ങമ്പുഴയെങ്കിലും, ചങ്ങമ്പുഴയുടെ അമ്മയുടെ മുമ്പിൽ എന്നും ഒരു കുട്ടിയെപ്പോലെയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിലെ പല നിർണായക ഘട്ടത്തിലും ഇടപെട്ടത് ആ അമ്മയായിരുന്നു. ചങ്ങമ്പുഴയുടെ മരണശേഷം എത്രയോ കാലം കഴിഞ്ഞാണ് ആ അമ്മ മരിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സ്ത്രീ യഥാർത്ഥത്തിൽ ചങ്ങമ്പുഴയുടെ അമ്മയാണ്. രണ്ടാമത്തെ ആൾ കൊച്ചമ്മു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരിയാണ്. അത് കൊച്ചമ്മു എന്ന് പറയുന്നൊരു സങ്കല്പ കഥാപാത്രമൊന്നുമല്ല. ഞാനവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ വാർദ്ധക്യത്തിലെത്തിയ ശേഷമാണ്. 2003 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തകൻ എന്ന നിലയിൽ ആ പ്രദേശത്ത് പോയി പ്രവർത്തിച്ച എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ എടപ്പള്ളിയിലെ വീടുകൾ കയറി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ കൊച്ചിൻ മേയർ സോമസുന്ദര പണിക്കർ എന്നോട് പറഞ്ഞു, നാം കയറാൻ പോകുന്ന വീട് പഴയ ചങ്ങമ്പുഴയുടെ കളിക്കൂട്ടുകാരിയായ കൊച്ചമ്മുവിൻ്റെ വീടാണ്. അത് മനസ്സിൽ പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനെ അറിയാം, എനിക്ക് ചങ്ങമ്പുഴയുള്ള ആരാധനയും ഒക്കെ അറിയാവുന്ന ആളാണ് പണിക്കരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളവിടെ കയറി, ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു 90 വയസ്സിന് മേൽ പ്രായമുണ്ടാവണം. അവർക്ക് അന്ന് സനയിലാണ്, കൃത്യമായിട്ട് അവർക്കൊന്നും പറയാനറിയില്ല. ഞാൻ അവരോട് തമാശയൊക്കെ പറഞ്ഞു,
ഞാൻ ചോദിച്ചു ചങ്ങമ്പുഴയെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവൻ മഹാവികൃതിയായിരുന്നു കിഷൻകുട്ടി എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ മക്കൾ വന്ന് പറഞ്ഞു അധികം പറയിപ്പിക്കേണ്ട, ചിലപ്പോൾ പഴയതല്ലോ ഒക്കെ പറഞ്ഞു കളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പോൾ ചങ്ങമ്പുഴയുടെ അസ്ഥിമാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ സ്മാരകം എടപ്പള്ളിയിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അവിടെയായിരുന്നു പഴയ ചങ്ങമ്പുഴ തറവാട്. ആ തറവാടിന് നേരെ എതിരെയായിരുന്നു കൊച്ചമ്മൂൻ്റെ വീട്. ഇപ്പോഴും അവിടെ തന്നെയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വേറെ മതിലൊക്കെ കെട്ടി വീട് വേറൊരു രൂപത്തിലായിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ചങ്ങമ്പുഴയേക്കാൾ ഒരു 3-4 വയസ്സിന് പ്രായമുള്ള ആളാണ് അന്നത്തെ ഈ കോളിക്കൂട്ടുകാരിയായ കൊച്ചമ്മ. ഇവരുടെ വീടിന് തൊട്ട് ഏതാണ്ട് അടുത്തായിട്ട് ഏതാണ്ട് ഒരു ഫർലാങ് അകലെ നമുക്കവിടെ ആ വീട്ടിൽ നിന്നാൽ കാണാം, ആ അസ്ഥിമാടത്തിൽ നിന്നാൽ കാണാം, ഒരു വലിയ കുളമുണ്ടായിരുന്നു. മാറാംകുളം എന്നാണ് ആ കുളത്തിൻ്റെ പേര്. ഞാൻ ആ കുളം കണ്ടിട്ടുള്ളതാണ്. 1991 ചങ്ങമ്പുഴയെക്കുറിച്ചൊരു നാടകം എഴുതി സ്നേഹിച്ചു തീരാത്ത ഗന്ധർവൻ, ചങ്ങമ്പുഴയുടെ ജീവിതമാണ്. ആ നാടകത്തിന് അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടിയും അവൻ്റെ സെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയും ആർട്ടിസ്റ്റ് സുജാതനും ഞാനും കൂടി അവിടെ ചെല്ലുമ്പോൾ അന്ന് ആ കുളം അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ സുജാതനെ ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി ആ കുളമൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അത് സ്കെച്ച് ചെയ്ത്, അങ്ങനെയാണ് നാടകത്തിലെ രംഗം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കുളം. നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള പത്മതീർത്ഥമുണ്ട്. ആ പത്മതീർത്ഥം പോലെയോ അതിനേക്കാൾ വലുതായോ ഒരു ചെറിയ തടാകത്തിൻ്റെ രൂപത്തിലുള്ള ഒന്നാണ് ആ കുളം. അവന് 4 വശവും നിറയെ മരങ്ങളാണ്, അവൻ്റെ ചുറ്റാകെ കുറ്റിക്കാടുകളാണ്. അപ്പോൾ ഞാൻ കാണുന്ന കാലത്ത് തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി നിബിഡമായ വനപ്രദേശമായിരുന്നു, കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു ഭംഗി ഉള്ള സ്ഥലമായിരുന്നു മാറാംകുളം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ കുളത്തിൻ്റെ കരയിൽ ഈ മുതിർന്ന പെൺകുട്ടി കൊച്ചുകുട്ടിയായ കൃഷ്ണപിള്ളയും ചങ്ങമ്പുഴയും കൃഷ്ണൻകുട്ടി എന്നാണ് വിളിച്ചുകൊണ്ട് അവിടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞു. അവരെ പ്രായത്തിലേക്ക്, ഈ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കടന്നപ്പോൾ സ്വാഭാവികമായി അമ്മയ്ക്ക് ചില സംശയങ്ങളുണ്ടായി. ഒരു പ്രായം കുറഞ്ഞ ആൺകുട്ടിയെ അല്പം കൂടെ പ്രായം കൂടിയ ഒരു പെൺകുട്ടി കൊണ്ടുപോയാൽ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന ചില സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാവണം അമ്മ ആ ബന്ധം വിലക്കി. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ കുളക്കരയിൽ പോകുന്നത് ഒരു കാരണവശാലും കൊച്ചമ്മു ചെയ്യാൻ പാടില്ല എന്നൊരാക്ഷേപം ഉന്നയിച്ചു. അവർ വീട്ടുകാർ തമ്മിൽ വഴക്കായി. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവസാനം ചങ്ങമ്പുഴ ഈ പകൽ പോക്ക് മതിയാക്കി രാത്രി കാലങ്ങളിൽ അമ്മ ഉറങ്ങുമ്പോൾ കൊച്ചമ്പു വന്ന് ഈ മകനെ വിളിച്ച് കുളത്തിൻ്റെ കരയിൽ പോകുമായിരുന്നു എന്നാണ്. അതും അവസാനം കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെയാണ് അവസാനം കൊച്ചമ്മുവിനെ അവരുടെ മുറിയിൽ പൂട്ടിയിടുന്നൊരവസ്ഥയുണ്ടായി. ആ പൂട്ടിയിടുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതും മറികടന്നാണ് ചങ്ങമ്പുഴ കൊച്ചമ്മുവിൻ്റെ വീട്ടിൽ പോയത്. പഴയ വീടുകൾ, ആ പഴയ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജനാലകൾക്കെല്ലാം മരം കൊണ്ടുണ്ടാക്കിയ അഴികളാണ്. അപ്പം അതിങ്ങനെ എടുത്തു പൊക്കി മാറ്റാം, എന്നിട്ട് ജനൽ അഴി കൂടെ അകത്ത് കയറുകയും ചെയ്യാം. ചങ്ങമ്പുഴ അങ്ങനെ ഈ കൊച്ചമ്മുവിന് പൂട്ടിയിരുന്ന മുറിയിൽ കയറുകയും വെളുക്കുന്നവരെ അവിടെ കഴിയുകയും എന്നിട്ട് വെളുപ്പിന് അവിടെ നിന്ന് തിരിച്ചു പോരുകയൊക്കെ ചെയ്യും എന്നാണ് പിന്നെ പറഞ്ഞു കേട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ. മണിയറ വാതിൽ അടച്ചിരുന്നാലും അകത്തു ഞാൻ വന്നു നിൽക്കും, അതിലേ നീ പോലും അറിയാതെ നിന്നെ വിളിച്ചു ഞാനങ്ങുണർത്തും, അധരമൽപ്പവും അനങ്ങിടത ഞാൻ പുണർന്നു ഞാനിങ്ങ് പോരും എന്നൊക്കെ പറഞ്ഞു വരുന്ന ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലിയിലെ കവിത. ആ കവിത ഏതാണ്ട് 10-16 വയസ്സുള്ളപ്പോൾ എഴുതിയ കവിതകളാണ്. ബാഷ്പാഞ്ജലിയിലെ കവിതകളൊക്കെ വളരെ കുട്ടിക്കാലത്ത് എഴുതിയ കവിതകളാണ്. ആ കവിതകൾ സൂചിപ്പിക്കുന്നത് ചങ്ങമ്പുഴയുടെ അന്നത്തെ ജീവിത ചര്യയെക്കുറിച്ചാണ്. അപ്പോഴാണ് അദ്ദേഹം മിഡിൽ സ്കൂൾ പാസ്സായി. മിഡിൽ സ്കൂൾ പാസ്സായപ്പോൾ അമ്മ ഈ കൊച്ചമ്മുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതിന് വേണ്ടി, ആ ബന്ധം അവിടെ തുടരാതിരിക്കുന്നതിന് വേണ്ടി ആലുവായിൽ അവർക്ക് ഒരു ബന്ധുവീടുണ്ട്. ആ ബന്ധുവീട്ടിൽ ആലുവ
സെൻറ്റ് ജോസഫ് സ്കൂളിൽ ചങ്ങമ്പുഴയെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി 4th ഫാമിൽ ചേർക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ ചങ്ങമ്പുഴയെ എടപ്പള്ളിയിൽ നിന്ന് ആലുവയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ കൊച്ചമ്മുമായിട്ടുള്ള ബന്ധം അവിടെ താൽക്കാലികമായി മുറിയുന്നു. അദ്ദേഹം ആലുവയിലേക്ക് ചെല്ലുന്നു. ആലുവയിലെ ബന്ധുവീട്ടിൽ ഗൗരിയമ്മ എന്നോ മറ്റോ ആണ് അവരുടെ ആ വീട്ടുടമയുടെ പേര്. അവർ ചങ്ങമ്പുഴയുടെ അകന്ന ബന്ധുവാണ്. അവിടെ താമസിക്കുമ്പോൾ ചങ്ങമ്പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ചങ്ങമ്പുഴ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മലയാളം പോലെ തന്നെ ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ മിടുക്കനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തൻ്റെ സഹപാഠികൾക്ക് ഇംഗ്ലീഷിലുള്ള സംശയം അദ്ദേഹം പരിഹരിച്ചു കൊടുക്കുമായിരുന്നു. തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ അദ്ദേഹത്തെക്കാൾ അല്പം മുതിർന്നൊരു പെൺകുട്ടിയുണ്ട്. അവർ അതേ സ്കൂളിൽ തന്നെ ചങ്ങമ്പുഴയുടെ മുകളിൽ 2 ക്ലാസ്, അവർ 6th ഭാരത്തിലും ചങ്ങമ്പുഴ 4th ഭാരത്തിലുമാണ് പഠിക്കുന്നത്. പക്ഷേ 6th ഭാരത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കവിതയിലും മറ്റുമുള്ള ഇംഗ്ലീഷ് കവിതയിലും മറ്റുമുള്ള സംശയങ്ങൾ പരിഹരിച്ചു കൊടുത്തിരുന്നത് ഈ അയൽവക്കത്തു നിന്ന് വരുന്ന കുട്ടിക്ക് ചങ്ങമ്പുഴയായിരുന്നു. അങ്ങനെ ആ 2 വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് ചങ്ങമ്പുഴ ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുതിർന്നൊരു പെൺകുട്ടി, അന്നത്തെ 6th ഭാരത്തിൽ പഠിക്കുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മുതിർന്ന കുട്ടിയാണ്. അതുപോലെ 4th ഭാരത്തിൽ പഠിക്കുന്ന ചങ്ങമ്പുഴയും മുതിർന്ന ഒരാളാണ്. അപ്പോൾ ചങ്ങമ്പുഴ ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുകയും ഈ പെൺകുട്ടി ചങ്ങമ്പുഴയ്ക്ക് ജീവിതം പറഞ്ഞു കൊടുക്കുകയും, എന്ന് വെച്ചാൽ സഭ്യമായ ഭാഷയിൽ അങ്ങനെയാണല്ലോ പറയാൻ പറ്റുന്നത്. അപ്പോൾ പലതും ഈ വളർന്നു വരുന്ന കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു ചെറുപ്പക്കാരന് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായി എങ്ങനെയാണ് അവർക്ക് ഈ ജീവിതവുമായിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളും ജീവിതത്തിൽ നാം കരുതുന്ന ചില രഹസ്യങ്ങളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ബോധ്യമായി ചങ്ങമ്പുഴയും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലും കവിഞ്ഞ ശാരീരിക ബന്ധത്തിലും ഒക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായി, ആ കുടുംബത്തിന് ബുദ്ധിമുട്ടായി, സ്കൂളിന് ബുദ്ധിമുട്ടായി. അവസാനം അദ്ദേഹത്തെ ആ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്, എടപ്പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ എടപ്പള്ളിയിലേക്ക് വരുമ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂളിലെ അധ്യാപകർക്കും വേണ്ടാത്ത ഒരു കുട്ടിയെ സ്വീകരിക്കാൻ തൽക്കാലം വാശിക്കാരിയായ അമ്മയും ബാധ്യസ്ഥയായി. അങ്ങനെ തിരിച്ച് ആരോരുമില്ലാതെ എടപ്പള്ളിയിൽ നിന്ന് നിരാശനായി നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ ആലപ്പുഴ കയർ ഫാക്ടറിയിൽ പോയാൽ ഏത് ചെറുപ്പക്കാരനും ജോലി കിട്ടും, 10-17 വയസ്സുള്ള ആർക്കും ജോലി കിട്ടും തോന്നുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരനോട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ചങ്ങമ്പുഴയുടെ ജീവിതത്തിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അവര് കടന്നു വന്ന വഴികൾ, ഇതൊരു 10, 16, 17 വയസ്സുള്ള പ്രായത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അവിടെ വന്ന് ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ഒരു കയർ ഫാക്ടറിയിൽ അദ്ദേഹം ജോലി സ്വീകരിക്കുന്ന ഒരു ക്ലറിക്കൽ ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടത്. അപ്പോൾ അത് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പരിചയക്കാരും ആ കയർ തൊഴിലാളികളുടെ കൂടി പറഞ്ഞു, അവിടെ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ, വിധവയായ ഒരു സ്ത്രീയുണ്ട്. അവർക്ക് വേറെ ആരും സഹായികളില്ല, അത്യാവശ്യം കഴിച്ചു കൂട്ടാൻ വക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ പോയാൽ അവർക്ക് അവർ നമ്മൾ പറയുന്ന പോലെ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ അവർ സ്വീകരിക്കാൻ തയ്യാറാവും എന്ന് പറഞ്ഞു. അങ്ങനെ ചങ്ങമ്പുഴ ആ വീട്ടിൽ ചെന്നു. ആ സ്ത്രീയുടെ മനോഹരമായ പെരുമാറ്റം എല്ലാം കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ആ വീട്ടിലൊക്കെ താമസമായി. അപ്പോൾ ചെന്ന് ചാടുന്നത് എലിമടയിൽ നിന്ന് പുലിമടയിലേക്കെന്ന് പറഞ്ഞ പോലെ ഒരു മധ്യവയസ്കയായ സ്ത്രീ, സുന്ദരിയായൊരു സ്ത്രീ, വിധവയായൊരു സ്ത്രീ, ആരുമില്ലാത്തൊരു സ്ത്രീ, അവർക്കൊരു ശരണമായിട്ടാണ് ചങ്ങമ്പുഴ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചങ്ങമ്പുഴ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഈ സ്ത്രീയെ ഏൽപ്പിക്കും. അങ്ങനെ കുറേ കാലം അവിടെ കഴിച്ചുകൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചങ്ങമ്പുഴയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഈ സ്ത്രീ ചെലുത്തിയിട്ടുണ്ടാവും എന്ന് വേണം നാം വിശ്വസിക്കാൻ. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വന്നു, വസൂരി. ഇന്നിപ്പോൾ കൊറോണ എന്ന് പറയുന്നതിനേക്കാൾ കടുപ്പമായിരുന്നു അത് വസൂരി. വസൂരി വന്നാൽ പിന്നെ മനുഷ്യരാരും അടുക്കില്ല. അപ്പോൾ ഈ സ്ത്രീ നിർദാക്ഷിണ്യം ആ ചെറുപ്പക്കാരനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം തിരിച്ചിങ്ങനെ വരികയാണ്. തിരിച്ച് നാട്ടിലേക്കല്ല, വേറെ മാർഗമില്ല. വീട്ടിലാണെങ്കിൽ കേറ്റില്ല. അങ്ങനെ വന്ന് നാട്ടിലെ ഒരു മദ്യപാന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഴയൊരു അധ്യാപകൻ PM അച്യുത വാര്യർ എന്ന് പറയുന്ന ഒരു
മനുഷ്യൻ അദ്ദേഹം വാത്സല്യത്തോടുകൂടി ശിഷ്യനെ വിളിക്കുകയും ശിഷ്യനെ നേരെ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഒരു സന്യാസിയെപ്പോലും ജീവിക്കുന്നയാളാണ്, പക്ഷെ കുടുംബമെല്ലാം ഉള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചങ്ങമ്പുഴയെ വളരെ സ്നേഹത്തോടു കൂടി ഈ എറണാകുളം SRV ഹൈസ്കൂളിൽ ചേർത്ത് SSLC പാസ്സാക്കി. അതിനുശേഷം ഇൻ്റർമീഡിയറ്റിന് പഠിപ്പിക്കാൻ മഹാരാജാസ് കോളേജിൽ ചേർക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ചങ്ങമ്പുഴയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരികയാണ്. പഠിക്കണമെന്നും പഠിച്ച് വളരണമെന്നും ഒക്കെ ആഗ്രഹം തോന്നി. ആ ഘട്ടമായപ്പോൾ അമ്മയും ബന്ധുക്കളുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അവരെ തുടർന്നാണ് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ട് ബിരുദമെടുക്കണം. അപ്പോൾ BA ഓണേഴ്സിന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം 1938 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അന്ന് ആർട്സ് കോളേജ് എന്നാണ് അതിൻ്റെ പേര്, അദ്ദേഹം ഇവിടത്തേക്ക് വരികയാണ്. അവിടെ വന്നു അദ്ദേഹം ഇവിടെ ചേർന്നു. അപ്പോൾ ഡോക്ടർ K. ഗോതോർമയാണ് അന്ന് മലയാളം പ്രൊഫസർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വേറെ 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പിൽക്കാലത്ത് പ്രശസ്തനായി തീർന്ന നിരൂപകൻ KM ഡാനിയലും MK ദേവകിക്കുട്ടിയമ്മ എന്ന 2 പേരും ചങ്ങമ്പുഴയും മാത്രമായിരുന്നു അന്ന് ആ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നു MAക്ക് BA ഓണേഴ്സിന് ചേർന്നു. അദ്ദേഹം 40-ലോ 41-ലോ ഓണേഴ്സ് MA പാസ്സായി. എന്നിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ MA പഠിക്കാൻ വരുന്ന കാലത്താണ്, MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ഈ സ്ത്രീ ജീവിതത്തിൽ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടത്. ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ MK ദേവകിക്കുട്ടിയമ്മ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഒരു കുടുംബത്തിലെ കുലീനമായൊരു കുടുംബത്തിലെ അംഗമാണ്. വളരെ മാന്യതയും കാണാൻ കൊള്ളാവുന്നവരും. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ അവരെ എൻ്റെ ഭാര്യയുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ആദ്യം പോയ കൂട്ടത്തിൽ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ വച്ചാണ് ചങ്ങമ്പുഴ പഠിച്ചതാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. കാരണം ചങ്ങമ്പുഴയുടെ ഒരു അപൂർവ ചിത്രം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചങ്ങമ്പുഴയെ ഇങ്ങനെ ആരാധിച്ച് നടക്കുന്ന കാലത്ത് ചങ്ങമ്പുഴയുടെ പടം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ചങ്ങമ്പുഴ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചതാണ് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ മാന്യമായിട്ടേ ചങ്ങമ്പുഴ പെരുമാറിയിട്ടുള്ളൂ. അദ്ദേഹം മദ്യപാനിയാണ് എന്ന് പറയുന്നു, പക്ഷേ ക്ലാസ്സിൽ ഒരിക്കലും മദ്യപിച്ച് വരുമായിരുന്നില്ല. മാത്രമല്ല, പലപ്പോഴും ഈ ദേവകിക്കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും മദ്യപിച്ചിട്ട് അവിടെ ചെല്ലാറില്ല. അവിടെ പെരുമാറ്റമൊക്കെ വളരെ മാന്യമായിട്ടാണ്. അപ്പോൾ ദേവകിക്കുട്ടിയമ്മയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചങ്ങമ്പുഴയോട് വളരെ ഇഷ്ടമായിരുന്നു. ചങ്ങമ്പുഴയ്ക്കും ഈ ദേവകിക്കുട്ടിയമ്മയെക്കുറിച്ച് വളരെ ബഹുമാനവും അത് വളരെ ഇഷ്ടവും ആയിരുന്നു എന്ന് മാത്രമല്ല, ദേവകിക്കുട്ടിയമ്മയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് ചങ്ങമ്പുഴയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴ അത് തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങളുടെ അമ്മയോ അമ്മാവന്മാരോ ആരെങ്കിലും വന്ന് കല്യാണം ആലോചിച്ചാൽ ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1940 MAക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചങ്ങമ്പുഴ ഇവിടുന്ന് കല്യാണാലോചനയ്ക്ക് വേണ്ടി എടപ്പള്ളിയിലേക്ക് പോകുന്നത്. നിർഭാഗ്യവശാൽ അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് നിന്ന് ഒരു നായർ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം വടക്കുള്ള ആളുകൾക്ക് പണ്ട് തിരുവനന്തപുരം നായന്മാരെ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് EV കൃഷ്ണപിള്ളയുടെ പോലും ചരിത്രം പറയുന്നത്. CV രാമപിള്ളയുടെ മകളെ കല്യാണം കഴിക്കാൻ പോലും EVയുടെ അച്ഛൻ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ തിരുവനന്തപുരം നായരെക്കുറിച്ച് മറ്റുള്ള നായന്മാർക്കുണ്ടായിരുന്ന അന്നത്തെ ഒരു അപകർഷതയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മയോ ഒക്കെ പ്രകടമാണ്. അങ്ങനെയാണ് അവർ നിർബന്ധിച്ച് ചങ്ങമ്പുഴയെ അദ്ദേഹം ശ്രീദേവി എന്ന് പറയുന്ന അന്നത്തെ ചങ്ങമ്പുഴയുടെ ഒരു ഡ്രായിങ് മാസ്റ്ററായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീദേവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അപ്പോൾ ആ ജീവിതത്തിലേക്ക് വേറൊരു മാറ്റം വരികയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീത്വത്തെക്കുറിച്ച് ഏറ്റവും വലിയ ബഹുമാന്യത ഉണ്ടായതും സ്ത്രീത്വം ആദരിക്കപ്പെടേണ്ടതാണെന്ന് അനുഭവപ്പെട്ടതും ദേവകിക്കുട്ടിയുമായിട്ടുള്ള പരിചയത്തിലാണ്.
അവനെ തുടർന്നാണ് ശ്രീദേവിയായിട്ടുള്ള കല്യാണം. ആ കല്യാണം നടക്കുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് 29 വയസ്സും അവർക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. അവരൊരു നിഷ്കളങ്കയും ഒരു നിരപരാധിയുമായ ഒരു നാട്ടുംപുറത്തെ സ്ത്രീയായിരുന്നു. ചങ്ങമ്പുഴയുടെ ഈ കുത്തഴിഞ്ഞ ജീവിതമൊന്നും അവർക്കൊന്ന് അറിയുമായിരുന്നില്ല. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അതാണ് വാസ്തവത്തിൽ 6ാമത്തെ സ്ത്രീ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ഇതിനിടയിൽ വളരെ രസകരമായ സംഗതി, കായംകുളത്തൊരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകരായി ഇദ്ദേഹം പോയി. ആ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്ന കാലത്ത് ആ ട്യൂട്ടോറിയലിലെ അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആ ട്യൂട്ടോറിയൽ അധ്യാപനത്തിൽ നിന്ന് ഒഴിവായി പൂനെയിലെ മിലിറ്ററി ഓഫീസിലേക്ക് പോവുകയും അവിടെ ഒരു ഉദ്യോഗം സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയൊക്കെ ചെയ്തു. കായംകുളം ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇഗ്നേഷ്യസും ഒരുമിച്ച് അവർ പൂന മിലിറ്ററി ഓഫീസിലേക്ക് പോവുകയും അവിടെ ക്ലറിക്കൽ ജോലി സ്വീകരിക്കുകയും ചെയ്തു. അവിടെ ക്ലറിക്കൽ ജോലി സ്വീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിൽ ഉറച്ചു നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. APB നായർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു മലയാളി ഉന്നത ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി കൊച്ചിയിലേക്ക് വന്നു. എടപ്പള്ളിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലാണ് അന്ന് ഈ മിലിറ്ററി ഓഫീസ്. അവിടേക്ക് പോകാൻ വേണ്ടി യഥാർത്ഥത്തിൽ തൻ്റെ താമസം എടപ്പള്ളിയിൽ നിന്ന് ഭാര്യാസമേതം ഈ മട്ടാഞ്ചേരിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ കർശനായ വാതരോഗവും അതുപോലെ തന്നെ മദ്യപാനശീലത്തിൻ്റെ ഭാഗമായി കരൾ സംബന്ധമായ ചില രോഗങ്ങളും ആരംഭിക്കുന്നു. അപ്പോൾ അതിന് അവിടെ അടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലകൃഷ്ണനോ മറ്റാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചങ്ങമ്പുഴയുടെ കവിതയുടെ വലിയ ആരാധകരായിരുന്നു. ചങ്ങമ്പുഴയെ കാണുന്നതിന് മുമ്പ് തന്നെ, പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ചങ്ങമ്പുഴയുടെ വളരെയേറെ താല്പര്യം ഉണ്ടായിരുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഈ അസുഖവും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി ഡോക്ടർ അദ്ദേഹത്തെ വീട്ടിൽ തന്നെ കുറേ ദിവസം സ്ഥിരമായി താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള ഏർപ്പാടാക്കി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രുക്മിണി, അവർ 6 പ്രസവിച്ച സ്ത്രീയാണ്. അതിസുന്ദരിയായൊരു സ്ത്രീയാണ്. വളരെ ശാരീരികമായ, വളരെ സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയാണ്. പക്ഷേ അവർ സാധാരണഗതിയിൽ ഒരു കുടുംബിനി സ്വീകരിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഒരു അന്യപുരുഷനായ ചങ്ങമ്പുഴയെ ആരാധിക്കുകയും മാനസികമായി അവർ അദ്ദേഹമായി അടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയാനുള്ള പ്ലാറ്റോണിക് ലവ് എന്ന് പറയും. മാംസനിബദ്ധമല്ലാത്ത ഒരു അനുരാഗം, ഒരു പ്രേമം ആ സ്ത്രീക്ക് ചങ്ങമ്പുഴയിലുണ്ടായി എന്നാണ് ആളുകൾ പറയുന്നതും ചങ്ങമ്പുഴ തന്നെ അവകാശപ്പെടുന്നതും അവരവകാശപ്പെട്ടിട്ടുള്ളതും. അത് കുടുംബത്തിൽ ഒട്ടേറെ കലഹങ്ങൾ ഉണ്ടാക്കി. സ്വാഭാവികമായി ഒരു നിഷ്കളങ്കയായ ഗ്രാമീണ യുവതിക്ക് തൻ്റെ ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ബന്ധമുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ചങ്ങമ്പുഴയുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷാത്മകവും സംഘടനാത്മകവുമായ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തോടു കൂടിയാണ്. അപ്പോൾ ചങ്ങമ്പുഴ കവിതയുടെ തന്നെ വലിയൊരു മാറ്റം നാം ഇവിടെ കാണുകയാണ്. കാരണം ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കൃതി തന്നെ ഈ സ്ത്രീയെക്കുറിച്ചാണ്. ദേവി എന്നാണ് ഈ സ്ത്രീയെ അദ്ദേഹം പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ 7ാമത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഡോക്ടറുടെ ഭാര്യ രുക്മിണിയാണ്. ഇതിൽ രസകരമായ ഒരു സംഭവം,
അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്കവരെൻ്റെ അമ്മയെപ്പോലെയാണ്. 1960 മുതൽ എനിക്കവരെ പരിചയമുണ്ട്. അവർ പറഞ്ഞ ഒരു സംഭവം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അവരുടെ മൂത്ത മകനാണ് ശ്രീകുമാർ ചങ്ങമ്പുഴ. ശ്രീകുമാർ ചങ്ങമ്പുഴയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായിരുന്നു. ചങ്ങമ്പുഴ ഒരു ആൺകുട്ടിയെ വേണമെന്നാണ് ആഗ്രഹിച്ചത്. അത് പേര് വരെ നേരത്തെ കണ്ടുവച്ചിരുന്നു എന്നാണ്. ശ്രീകുമാറിൻ്റെ പേര് ശ്രീകുമാർ ജനിക്കുന്നതിന് മുമ്പ് ചങ്ങമ്പുഴ കണ്ടുവച്ചിരുന്ന പേരാണ്. ജനിച്ചതും ചങ്ങമ്പുഴ ആൺകുട്ടിയായി ശ്രീകുമാർ എന്ന് പേര് കിട്ടും. അദ്ദേഹം എവിടെ പോയിട്ട് വന്നാലും ശ്രീകുമാറിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുവരിക പതിവാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഈ മാർബിളിലുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമയാണ് അദ്ദേഹം കൊണ്ട് കൊടുത്തത്. ഈ പ്രതിമ കയ്യിൽ കിട്ടിയ 4 or 5 വയസ്സുള്ള ഈ കുട്ടി എല്ലാ ദിവസവും അയാളുടെ പൂജാമുറിയിൽ വെച്ച് ആ കുട്ടിയെ ആ പ്രതിമയെ പൂജിക്കുകയും അവിടെ സാമ്പ്രാണി തിരിയും കൊളുത്തി വെച്ച് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുകയും ചെയ്തൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവണം എന്ന് മകന് നിർബന്ധമായിരുന്നു. മകൻ എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന സ്വഭാവമായിരുന്നു അച്ഛനുണ്ടായത്. ആ ഇടയ്ക്കാണ് ഈ രുക്മിണി എന്ന് പറയുന്ന ഡോക്ടറുടെ ഭാര്യ അവരെഴുതിയൊരു പ്രേമലേഖനം, 6 മക്കളുള്ള ഒരമ്മ എഴുതിയ പ്രേമലേഖനം. ചങ്ങമ്പുഴ അതൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൻ്റെ പിറകിൽ വെച്ചിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. അതെങ്ങനെയോ ശ്രീദേവി ചങ്ങമ്പുഴ കാണാനിടയായി. അത് വായിച്ച് അവർക്ക് വല്ലാത്തൊരു വെപ്രാളം. പക്ഷേ ചങ്ങമ്പുഴ ചോദിക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചങ്ങമ്പുഴയുടെ മേശപ്പുറത്ത് ഒരു പേപ്പർ വെയിറ്റ്, റബ്ബർ കൊണ്ടുള്ള ഒരു പേപ്പർ വെയിറ്റ് ഇരുന്നു. ആ പേപ്പർ വെയിറ്റ് ഒരു സ്ത്രീയുടെ രൂപത്തിലാണ്. അപ്പോൾ അവർ അത് കണക്കാക്കി പതുക്കെ ആ പേപ്പർ വെയിറ്റ് എടുത്ത് മകൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇതിൻ്റെ പേര് ഇത് രുക്മിണിയാണ്. മേലാൽ കൃഷ്ണനെ മാത്രം നീ ആരാധിച്ചാൽ പോരാ, ഈ രുക്മിണിയെ കൂടി ആരാധിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ രുക്മിണിയെ കൂടി ആരാധിക്കാൻ വേണ്ടി ഒരു ദിവസം വൈകുന്നേരം കൃഷ്ണൻ്റെ പ്രതിമയ്ക്കടുത്ത് ഈ പ്രതിമയും കൊണ്ടുവച്ചു. ഈ പേപ്പർ വെയിറ്റും കൊണ്ടുവച്ചു. ആ പേപ്പർ വെയിറ്റ് വെച്ച് പൂജ ആരംഭിച്ചു. അച്ഛനന്നവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹത്തെ പോയി വിളിച്ചു. വന്നപ്പോഴത്തേക്ക് കൃഷ്ണൻ മാത്രമല്ല, അടുത്തൊരാൾ കൂടിയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ശ്രീദേവി ശ്രീകുമാരനെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരുന്നു. ഇത് കൃഷ്ണൻ്റെ ഭാര്യ രുക്മിണിയാണ്. കൃഷ്ണനെ മാത്രം പോരാ, രുക്മിണിയെ കൂടി ആരാധിച്ചാലേ ഭക്തി പൂർണ്ണമാവൂ എന്ന് പറഞ്ഞു എന്നും അത് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ആരാ ഇങ്ങനെ ഒരാളുടെ കാണുന്നല്ലോ, ഞാൻ വായിച്ചെന്ന കൃഷ്ണൻ മാത്രമല്ലല്ലോ. അപ്പം പറഞ്ഞു, ഇത് അച്ഛാ രുക്മിണിയാണ്, കൃഷ്ണനെ മാത്രം പൂജിച്ചാൽ പോരാ, രുക്മിണിയെ കൂടി പൂജിക്കണം എന്നാണ് അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പം ചങ്ങമ്പുഴയ്ക്ക് രോഗം മനസ്സിലായി. ചങ്ങമ്പുഴയ്ക്ക് ആ സ്ത്രീയെ അവരെഴുതിയ കത്തൊക്കെ ഇവർ കണ്ടിരിക്കുന്നു എന്ന് ബോധ്യമായി. ദേഷ്യത്തിൽ അദ്ദേഹം ആ പ്രതിമ തട്ടി ദൂരെ എറിഞ്ഞു. ആ കുട്ടിയെ തുടയിൽ 3-4 തല്ലുകൊടുത്തു. അന്ന് രാത്രി അദ്ദേഹം ഒന്നും കഴിക്കാതെ ആരോടൊന്നും പറയാതെ മുറിയും അടച്ചിരുന്ന് എഴുത്തോടെഴുത്ത്, ചങ്ങമ്പുഴയ്ക്ക് ദേഷ്യം വന്നാൽ അദ്ദേഹം ചെയ്യുന്ന 2 കാര്യം അദ്ദേഹം കവിത എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതിയതാണ് വസന്തോത്സവം എന്ന് പറഞ്ഞ കാവ്യം. അത് കൃഷ്ണൻ്റെ കഥയാണ്. രുക്മിണിയുടെയും സത്യഭാമയുടെയും രാധയുടെയും ഒക്കെ കഥയാണ്. അത് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനൊരു സംഭവം കൂടി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ചങ്ങമ്പുഴയുടെ ഒരു സർഗജീവിതത്തിലെ സ്വാധീനിച്ച 7 സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥ. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പരന്ന വായന. അദ്ദേഹം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നാന്തരം വായനക്കാരനായിരുന്നു. ആ വായനയും അതിൽ വിശ്വസാഹിത്യവും അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള കാര്യമാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് തൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചങ്ങമ്പുഴ 4th ഫോമിൽ പഠിക്കുന്ന കാലത്ത് ജി ശങ്കരക്കുറുപ്പിനെ ഒരു സാഹിത്യ സമാജത്തിൽ ക്ഷണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അപ്പോൾ അന്ന് ചങ്ങമ്പുഴ ഏതാണ്ട് എഴുത്തുകാരനായി തുടങ്ങിയിട്ടേ ഉള്ളൂ. കൈയെഴുത്ത് വാസിയിലും ഒക്കെ എഴുതുന്ന ഒരാളാണ്. പക്ഷേ എങ്കിലും കവിതാവാസനയുള്ള ചെറുപ്പക്കാരൻ നിലയിൽ ശങ്കരക്കുറുപ്പ് അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ശങ്കരക്കുറുപ്പിൻ്റെ മേശമേൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ഒരു ചെറിയ പുസ്തകം. ഗോൾഡൻ ട്രഷറി ഓഫ് വേൾഡ് പോയംസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഹലുവ കഷ്ടം കണ്ട കുട്ടിയെ പോലെ ഈ പുസ്തകത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ചങ്ങമ്പുഴ. അപ്പോൾ വിളിക്കാൻ വന്ന ആളാണ്.
ശങ്കരക്കുറുപ്പ് പ്രസംഗിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു, പ്രസംഗിക്കാൻ ചെല്ലാമെന്നും പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഈ കുട്ടി പോകുന്നില്ല. എന്നിട്ട് ഈ കുട്ടി ഈ പുസ്തകം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശങ്കരക്കുറുപ്പ് ചോദിച്ചു, തനിക്കെന്താ ഈ പുസ്തകത്തിൽ താല്പര്യമുണ്ടോ? വളരെ ആവേശത്തോടെ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു സ്വർഗം കിട്ടിയ മാതിരി ചങ്ങമ്പുഴ അതുകൊണ്ട് പോയി എന്നാണ്. പക്ഷേ നാം മനസ്സിലാക്കുന്നൊരു കാര്യം, ആ പുസ്തകം അന്നു മുതൽ ഹൃദിസ്ഥമാക്കുകയും അതിലെ പല കവിതകളും വിശ്വകവിതകളും അദ്ദേഹം പിൽക്കാലത്ത് തർജ്ജിമയുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസാഹിത്യവുമായിട്ടുള്ള ബന്ധം. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ലൈബ്രറിയിലും, തിരുവനന്തപുരത്ത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ലൈബ്രറി മാത്രമല്ല പബ്ലിക് ലൈബ്രറി, ആ പബ്ലിക് ലൈബ്രറിയിലെ വിശ്വസാഹിത്യ മേഖല നോക്കിയാൽ നാടകങ്ങളായാലും നോവലുകളായാലും രാഷ്ട്രീയ സാഹിത്യ കൃതികളായാലും സാഹിത്യ നിരൂപണമായാലും ഇതൊക്കെ ധാരാളമായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ഞാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഗവേഷണത്തിൻ്റെ ഭാഗമായി ചെന്ന് നോക്കിയപ്പോൾ 1940-കൾക്ക് മുമ്പ് ഈ പബ്ലിക് ലൈബ്രറി വന്നിട്ടുള്ള എല്ലാ വിശ്വസാഹിത്യ കൃതികളുടെയും അവസാനത്തെ പേജിൽ CKP, അത് ചങ്ങമ്പുഴയുടെ ഒപ്പിൻ്റെ രീതിയാണ്, CKP എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം അത് ആരും തമാശ പറയുന്നതല്ല. പിന്നെ മാത്രമല്ല ചങ്ങമ്പുഴയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ചങ്ങമ്പുഴ ഒരു കൃതി വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വായിക്കുക മാത്രമല്ല അപ്പോഴവിടെ നിന്ന് തർജ്ജമ ചെയ്യും. തർജ്ജമ ചെയ്തിട്ട് ഏതെങ്കിലും സാഹിത്യ വാരികയ്ക്ക് അയച്ചു കൊടുക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസാഹിത്യ പരിചയമാണ് അദ്ദേഹത്തിൻ്റെ സർഗരചനയിലെ ഒരു പ്രത്യേക വശം. അവൻ്റെ ഫലം എന്താ? അവൻ്റെ ഫലം മലയാള സാഹിത്യത്തിൽ മറ്റേതൊരു എഴുത്തുകാരനേക്കാൾ ഒരുപക്ഷെ കുമാരനാശാൻ മാത്രമാണ് ഈ വിശ്വസാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറേ മലയാള സാഹിത്യത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവിതകൾ രചിച്ചിട്ടുള്ളതാണ്. പക്ഷെ ചങ്ങമ്പുഴയെ സംബന്ധിച്ച് എത്രയോ മടങ്ങ് വലുതാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യശൈലി തന്നെ വാസ്തവത്തിൽ തനി മലയാളീകൃത കാവ്യശൈലിയല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രമണൻ. ചങ്ങമ്പുഴയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണം. ആ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം തകർന്ന മുരളി എന്ന് പറഞ്ഞൊരു കവിത എഴുതി. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിയായില്ല. എന്നിട്ടാണ് രമണൻ എന്ന നാടകീയ കാവ്യം എഴുതിയത്. കാരണം അദ്ദേഹത്തിന് വിശ്വസാഹിത്യ പരിചയമാണ്. പാസ്റ്ററൽ എലിജി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹിത്യ രൂപം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അത് സാധാരണഗതിയിൽ ആളുകൾക്ക് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവുന്നത് ഹൃദയത്തിലേക്ക് കയറുന്നതുമായ ഒരു സാഹിത്യ രൂപമായി പാസ്റ്ററൽ എലിജി അദ്ദേഹം മാറ്റി. രമണനും അതുപോലെ മദനനും അതുപോലെ പണക്കാരിയായ ചന്ദ്രികയും നിങ്ങൾ നോക്കൂ, രണ്ട് ജീവിതമാണ്. ഒന്ന് സാധാരണ ജീവിതവും മറ്റൊന്ന് നിഷ്കളങ്കരായ ഈ വനമധ്യത്ത് ആടുമേച്ച് നടക്കുന്നവരുടെ നിഷ്കളങ്കമായ ജീവിതവും. അത് രണ്ടും വളരെ സമന്വയിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ രമണനും മദനനും ഇടപ്പള്ളിയിൽ എവിടെയോ ഉള്ള രണ്ട് ചെറുപ്പക്കാരാണ് എന്ന് തോന്നിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹം രമണൻ രചിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വസാഹിത്യ പരിചയത്തിൻ്റെ ഏറ്റവും വലിയ ഇഴയെടുപ്പമാണ് എന്ന് വേണം നാം കരുതാൻ. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇത്രയും തിക്തമായ അനുഭവങ്ങൾ. കാരണം ജീവിതം ഒരിക്കലും അദ്ദേഹത്തിന് സ്വച്ഛന്തമായൊരു പ്രവാഹമായിരുന്നില്ല. ആരോ പറഞ്ഞ പോലെ 10-25 വയസ്സായപ്പോൾ തുടങ്ങി എഴുതി പ്രശസ്തനായി. പക്ഷേ കടുത്ത ദാരിദ്ര്യം. അദ്ദേഹത്തിന് മലയാളം MAക്ക് 3rd ക്ലാസ്സേ കിട്ടിയുള്ളൂ. അതുകൊണ്ടൊരു അധ്യാപക വൃത്തി അദ്ദേഹത്തിന് കിട്ടിയില്ല. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ആ ജോലി നിഷേധിച്ചു. അങ്ങനെ ജീവിക്കാനൊരു മാർഗമില്ല. പിന്നെ പട്ടാളത്തിൽ പോയി അവിടെ അതിന് പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ വന്ന് നിത്യനിരാശനായി എല്ലാ രംഗത്തും തിരിച്ചടിയായി നടക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കീഴടങ്ങലല്ല, വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ കലാപവാസന. അപ്പം ചങ്ങമ്പുഴ കവിത പരാജയത്തിൻ്റെ കവിതയാണെന്ന് പറയുന്നവർ മറക്കുന്ന ഒരു കാര്യം, ചങ്ങമ്പുഴയുടെ പ്രേമ കവിതകൾ പോലും വെല്ലുവിളികളാണ്. അതുപോലും കലഹങ്ങളാണ്, അതുപോലും കലാപങ്ങളാണ്. ഏറ്റവും വലിയ രസകരമായ തമാശ, അദ്ദേഹത്തിൻ്റെ ഈ പരാജയ കവി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ്. കരയും ഞാൻ കരയും കവികളെ കഴിയിൽ കയറ്റുമ്പോൾ ലോകമേ നീ എന്ന് ചോദിക്കാനുള്ള ആർജവം. അതുപോലെ തന്നെ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അങ്ങ് ഉച്ചത്തിൽ നിൽക്കുന്നൊരു കാലമാണ്. ദേശസ്നേഹത്തിൻ്റെ ഉച്ചത്തിൽ നിൽക്കുന്ന കാലമാണ് 1946, 47, 48 കാലം. പക്ഷേ അന്ന് ഗാന്ധിയെക്കുറിച്ചൊരു വരി എഴുതാത്ത,
ആളാണ് ചങ്ങമ്പുഴ. അതുകൊണ്ട് പല ആളുകളും പറഞ്ഞു ഇയാൾക്ക് ദേശസ്നേഹമില്ല, ഇയാൾ ദേശഭക്തി ഉള്ളവരല്ല. അപ്പോൾ അത് ഒരു പെരുന്ന KN നായർ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായ അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവും പത്രപ്രവർത്തകനായ അദ്ദേഹം ചങ്ങമ്പുഴയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ദേശസ്നേഹം ഇല്ലാതെ പോയത്, നിങ്ങളെന്താ കതറ് ധരിക്കാതെ പോയതെന്ന്. അപ്പോൾ പറയുന്നു, ഈ കള്ളന്മാർ കതറ് ധരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഞാൻ കതറ് അവസാനിപ്പിച്ചത്. ഞാൻ പണ്ട് കതറാണ്ടിരുന്നത്, പക്ഷേ എനിക്കിപ്പോൾ കതറിനോട് യാതൊരു ബഹുമാനമില്ല. കാരണം ഗാന്ധിയുടെ പേരും പറഞ്ഞ് ഇവിടുത്തെ കരിഞ്ചന്തക്കാരനും പൂഴ്ത്തിവെപ്പുകാരനും കള്ളന്മാരും ഒക്കെയാണ് ഇന്ന് ഈ കതറിട്ട് നടക്കുന്നത്. അതിന് ഞാൻ തയ്യാറല്ല. പിന്നെ അദ്ദേഹം അഹിംസ എന്ന് പറഞ്ഞ ഗാന്ധിയുടെ സിദ്ധാന്തത്തോട് വളരെ പുച്ഛമായ ഒരു അഭിപ്രായമുള്ള ആളായിരുന്നു. പച്ചവിരിപ്പാടത്ത് പശുകേറിയ നേരത്ത് പത്തലൊടിച്ചില്ല നാം ഗീതപാടി എന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. അതായത് ഈ അഹിംസ എന്ന് പറയുന്നത് ഏത് അക്രമം വരുമ്പോഴും ആ അക്രമത്തെ ഇടത്തെ ചുവട്ടിലടിച്ചാൽ വലത്തെ ചുവട് കാണിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഇവിടെ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഈ പച്ചവിരിപ്പാടത്ത് പശുകേറിയ നേരത്ത് പത്തലൊടിച്ചില്ല, കാരണം അഹിംസയാണ്, അതുകൊണ്ട് നമ്മൾ ഗീത പാടി, അപ്പോൾ പശു ഗീത കേട്ട് പോവും എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ചങ്ങമ്പുഴയുടെ കവിതയുടെ, ചങ്ങമ്പുഴയുടെ കലാസൃഷ്ടിയുടെ, കാവ്യസൃഷ്ടിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ 3 ഘടകങ്ങൾ ചേർന്നതാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി മറ്റൊന്ന്, ഈ ചങ്ങമ്പുഴ ജന്മദിനത്തിനൊരു സവിശേഷതയുണ്ട്. ആ സവിശേഷത നമ്മുടെ ആമുഖത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എൻ്റെ ബഹുമാനീയ സുഹൃത്ത് ശ്രീ കാർത്തികൻ നായർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ ഗദ്യകൃതികൾ പ്രകാശിപ്പിക്കുകയാണ്. ഇന്ന് പ്രകാശിപ്പിക്കുന്നെങ്കിലും പുസ്തകം മുഴുവൻ തയ്യാറാണ്. അവന് ഔപചാരികമായി ചില ചടങ്ങുകളൊക്കെ വേണ്ടി വരുമായിരിക്കും. പക്ഷെ ഒന്നെന്താ വെച്ചാൽ, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ചങ്ങമ്പുഴയുടെ ഗദ്യകൃതികൾ മലയാളികൾ കാണാൻ പോകുന്നത്. സാധാരണ ചങ്ങമ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ തരക്കേടില്ല, അയാൾ കുറച്ച് ഗദ്യം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മുടെ വലിയ സാഹിത്യകാരന്മാർ പോലും ചങ്ങമ്പുഴ ഗദ്യവും എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ചങ്ങമ്പുഴയുടെ ഗദ്യകൃതികൾ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ മറ്റേതൊരു ഗദ്യ സാഹിത്യകാരൻ്റെയും കൃതികളോട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഗദ്യകൃതികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആ കൃതികൾ ശേഖരിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചങ്ങമ്പുഴ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പബ്ലിക് ലൈബ്രറിയിലും മറ്റും പോയിരുന്ന് വായിക്കുമ്പോൾ ആ വായനയുടെ ഫലമായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കൃതികൾ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മുണ്ടശ്ശേരി മാസ്റ്ററും ഗുപ്തൻ നായർ സാറും സാനു മാസ്റ്ററും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ തർജ്ജമ അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നു എന്നാണ്. ഈ ഒറിജിനലും തർജ്ജമയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ബാധകമായിരുന്നില്ല. തർജ്ജമ എന്തായിരിക്കണം, തർജ്ജമ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചങ്ങമ്പുഴ പറയുന്നുണ്ട്. ഞാനതിലെ ഈ പ്രസംഗത്തിനിടയിൽ അതിനൊന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചങ്ങമ്പുഴയുടെ ഗദ്യകൃതികൾ സമ്പൂർണ്ണമെന്ന് പറയുമ്പോൾ എനിക്കത് ഒരു ചെറിയ ഒരു തിരുത്തൽ പറയേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇബ്സൻ്റെ വൈൽഡ് ഡക്ക്, അതുപോലെ ഡോൾസ് ഹൗസ്, അതുപോലെ ചെക്കോവിൻ്റെ സീകൾ, ഈ 3 പുസ്തകങ്ങളും ചങ്ങമ്പുഴ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 3 പുസ്തകങ്ങളുടെയും കൈയെഴുത്തുറുതി നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ചങ്ങമ്പുഴ സ്വന്തമായി എഴുതിയ റഷ്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു കൃതിയുണ്ട്. അത് ഗുപ്തൻ നായർ സാറിന് എഴുതിയ ഒരു കത്തിൽ ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആ റഷ്യൻ സാഹിത്യം നിങ്ങളത് നോക്കിയിട്ട് അതേപോലെ മലയാളത്തിൽ റഷ്യൻ സാഹിത്യത്തെക്കുറിച്ചും റഷ്യയിലെ എഴുത്തുകാരെക്കുറിച്ചും നിങ്ങളും എഴുതണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കത്ത് ഗുപ്തൻ നായർ സാറിന് ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 കൃതികൾ കൂടി ചങ്ങമ്പുഴ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 3 കൃതി തർജ്ജമയും റഷ്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ളത് ചങ്ങമ്പുഴയുടെ ഒറിജിനലുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചങ്ങമ്പുഴയുടെ ഗദ്യ സമ്പൂർണ്ണ കൃതികൾ എന്നിതിനെ പറയാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് ലഭ്യമായ അർത്ഥത്തിൽ നമുക്ക് 18 കൃതികൾ ഇപ്പോൾ നമ്മൾ തർജ്ജമയുടെ ഈ സമ്പൂർണ്ണ കൃതികൾ പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 കൃതികൾ സ്വന്തം കൃതികളാണ്, 11 കൃതികൾ തർജ്ജമകളാണ്. അങ്ങനെ 18 കൃതികളാണ് തർജ്ജമയുടെ രൂപത്തിൽ ഗദ്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
കളിത്തോഴി എന്ന് പറയുന്ന നോവലാണ്. അത് ചങ്ങമ്പുഴ തന്നെ സ്വന്തം കൃതിയാണ്. 938 കളിത്തോഴി എഴുതിയത്. ആ കളിത്തോഴി എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒരു ആത്മകഥ അംശം അടങ്ങിയതാണ് ഈ കളിത്തോഴി എന്ന നോവൽ. ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചമ്മുവും ചങ്ങമ്പുഴയും തമ്മിലുള്ള ആ പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായ അനുഭൂതിയാണ് വാസ്തവത്തിൽ ചങ്ങമ്പുഴയുടെ കളിത്തോഴി. അത് 938 എഴുതിയത്. 40-45 അത് പുറത്തു വന്നുള്ളൂ. ചങ്ങമ്പുഴ തന്നെ പറയുന്നതാണ്, രമണൻ എഴുതി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എഴുതിയത്. രമണൻ കഴിഞ്ഞാൽ എൻ്റെ ദീർഘമായ കൃതിയും ഇതാണ്. ഇത് ഒരു നോവലാണോ എന്നെനിക്കറിയില്ല എന്നാണ്. പക്ഷേ കേസരി ബാലകൃഷ്ണനെ പോലെ ആളുകൾ പറയുന്നത് നോവൽ സാഹിത്യത്തിലെ ഒരു പുതിയ പ്രവണതയ്ക്കാണ് ചങ്ങമ്പുഴ കളിത്തോഴിയിൽ കൂടി ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് എന്നാണ്. അത് ഒരു ഭാഗം. ഞാനതിൻ്റെ വിശദാംശങ്ങളെ കടക്കുന്നില്ല. പക്ഷെ ആ കളിത്തോഴി എന്ന് പറയുന്നത് ഇത്ര തീവ്രമായി, ഇത്ര ജീവിതഗന്ധിയായി ഒരു യൗവന ആരംഭത്തിലെ പ്രണയത്തെ വിവരിച്ചിട്ടുള്ള ഒരു കൃതി മറ്റ് മലയാള സാഹിത്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് നാടകമാക്കിയ ആളാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തേത് ശിഥില ഹൃദയങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ 6-7 ചെറുകഥകളാണ്. ആ ചെറുകഥകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുകഥകളുമായിട്ടോ മറ്റ് മലയാള സാഹിത്യത്തിലെ ചെറുകഥകളുമായിട്ടോ നമുക്ക് താരതമ്യം ചേരാവില്ല. കാരണം ചങ്ങമ്പുഴ ആ കാലഘട്ടത്തിലെ മാനസിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന നൈരാശ്യപൂർണമായ ജീവിത അനുഭവങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗദ്യ കൃതികളിൽ പ്രസിദ്ധമെന്ന് പറയുന്നത് 945 കോട്ടയത്ത് നടന്ന പുരോഗമന സാഹിത്യ സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം അദ്ദേഹം ബോധപൂർവ്വം നടത്തിയതാണ്. അച്ചടിച്ചു കൊണ്ടുപോയ സുദീർഘമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഏതാണ്ട് തുടക്കം മുതൽ ഏതാണ്ട് ആ കാലഘട്ടം വരെയുള്ള സാഹിത്യകൃതികളെ കൂലങ്കഷമായി പരിശോധിച്ചിട്ടുണ്ട്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അന്നൊരു വല്ലാത്ത വൈതരണിയിലായിരുന്നു. ആ വൈതരണി എന്ന് പറയുന്നത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 937 ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തോടുകൂടിയാണ്. അതിനകത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാരും കമ്മ്യൂണിസ്റ്റ് ഇതര പുരോഗമന സാഹിത്യകാരന്മാരും തമ്മിൽ വലിയ തർക്കത്തിലാണ് ആദ്യം മുതലേ തുടക്കം. ആ തുടക്കം 949 കൊല്ലം പുരോഗമന സാഹിത്യ സമ്മേളനത്തോടുകൂടി ആ സംഘം ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാർ കമ്മ്യൂണിസ്റ്റ് ഇതരരായ പുരോഗമന സാഹിത്യകാരന്മാരെ അംഗീകരിക്കാത്തൊരവസ്ഥ വന്നു. കൃത്യമായി സഖാവ് EMS തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ പാർട്ടിയുടെ സെക്ടേറിയൻ സമീപനം കാരണം ആ സാഹിത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നാണ്. പക്ഷെ ഇവിടെയാണ് ചങ്ങമ്പുഴയെ നമ്മൾ കാണുന്നത്. ചങ്ങമ്പുഴയുടെ ആ പുരോഗമന സാഹിത്യത്തിലെ അധ്യക്ഷ പ്രസംഗം, ആ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ കർക്കശമായി ഒരു പുരോഗമന സാഹിത്യകാരൻ, അതിലും വിശേഷിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പക്വതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരൻ എങ്ങനെയാണോ മലയാള സാഹിത്യത്തെ വിലയിരുത്തേണ്ടത് ആ തരത്തിൽ വിലയിരുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നിരൂപകന്മാരിലും പ്രമുഖനായിരുന്ന MS ദേവദാസിന് പോലും ദഹിച്ചില്ല. അദ്ദേഹം ആ പ്രസംഗത്തെ എതിർക്കുകയല്ല ചെയ്ത്. ആ പ്രസംഗം പറയാൻ ചങ്ങമ്പുഴയ്ക്ക് എന്താ അവകാശം? ഈ കള്ളു കുടിക്കുന്നവനും ഇങ്ങനെ അടങ്ങുന്ന ഒരുത്തരും പെട്ടെന്ന് ഇങ്ങനെ ഇതിനെ പിന്താങ്ങാൻ എന്താ അവകാശം? എന്താ കാര്യം അങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് ഈ പുരോഗമന സാഹിത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കളരിയാണ്, കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഒരു ഉപപോഷക സംഘടനയാണ് എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴ പറഞ്ഞു, ആണെങ്കിലെന്താ, കമ്മ്യൂണിസത്തിന് എന്താ ഒരു കുറവ്? കമ്മ്യൂണിസത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു നിർവചനം പോലും അദ്ദേഹം ആ പ്രസംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളെ പിന്താങ്ങിയ ആളാണ് ചങ്ങമ്പുഴ. 945 എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരു കാലമാണ്. ഈ 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പീപ്പിൾസ് വാർ തിയറിയും അതിനെ തുടർന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്ന ആ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്താങ്ങി, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പിന്താങ്ങി
കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ഒരുപോലെ ഓർത്തിരുന്ന ചങ്ങമ്പുഴ ആ സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അതാണ് ആ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത. മലയാള സാഹിത്യം ഉള്ള കാലത്തോളം മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല അളവുപോലായിരിക്കും ആ സാഹിത്യ പ്രസംഗം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ചങ്ങമ്പുഴയെ ഇഷ്ടപ്പെടുന്ന MB പോളും മുണ്ടശ്ശേരി മാസ്റ്ററും അടക്കമുള്ള ആളുകൾക്ക് ചങ്ങമ്പുഴയെ അധ്യക്ഷനാക്കിയത് അത്ര രചിച്ചിട്ടില്ല. കാരണം അതിന് വളർച്ച എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ അധ്യക്ഷനാവണമെങ്കിൽ ഒരു ഡോക്ടറേറ്റോ അല്ലെങ്കിൽ മറ്റ് ആലവാലങ്ങളോ ഒക്കെ ഉണ്ടാവണം എന്ന ധാരണയുണ്ടായിരുന്ന ആ കാലത്ത് ഒരു കേവലം മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 34 വയസ്സ് മറ്റേ ഉള്ളെന്ന് അവിടെ കയറി ചെല്ലുന്നു. പിന്നെ ഈ തീ വാറുന്ന പോലെ പ്രസംഗിക്കുന്നു. അവര് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പറയുന്നു. വിശ്വസാഹിത്യത്തിൽ നിന്ന് പലതും കോട്ട് ചെയ്യുന്നു. ഈ വലിയ സാഹിത്യ ഭണ്ഡാകാരങ്ങളെന്ന് പറയുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവാത്ത എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നു. അവർ അതിൽ നിന്ന് ഉദാഹരിക്കുന്നു. ഇതൊന്നും സഹിക്കാവുന്ന കാര്യമല്ല. അപ്പോൾ ഏറ്റവും ചങ്ങമ്പുഴയ്ക്ക് നേർക്കുണ്ടായ അസൂയ അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യവും ഈ നിരങ്കുശമായ അഭിപ്രായ പ്രകടനവും ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യ പദ്ധതികൾ, എൻ്റെ സാഹിത്യ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം, ഒരു അധ്യായം ഈ സമ്പൂർണ്ണ കൃതികളിലുണ്ട്. അത് അദ്ദേഹം പറയുന്നത് മലയാള സാഹിത്യത്തിലെ ചെറുകഥകളെക്കുറിച്ചും മലയാള ഈ വിവർത്തനത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെക്കുറിച്ചുമൊക്കെയാണ്. സുധാംഗത, സങ്കല്പകാന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ, ആ 2 കൃതികളുടെ മുഖവുരയായി അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ്, പ്രബന്ധങ്ങളാണ് വാസ്തവത്തിൽ ഈ അധ്യായത്തിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ സമാഹരിക്കാത്ത ലേഖനങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതുവരെ ബഹുജന ശ്രദ്ധയിൽപ്പെടാത്തതും ഞാൻ പഴയ പല മാസികകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ശേഖരിച്ചതുമായ കുറേ ലേഖനങ്ങളാണ്. ആ ലേഖനത്തിൽ ഏറ്റവും പ്രധാനം തൊഴിലാളി വർഗ സാഹിത്യം എന്നാൽ എന്താണ്, അത് തുറക്കാത്ത വാതിൽ എന്ന പോഞ്ഞിക്കർ റാഫിയുടെ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സ്റ്റഡി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയും സ്വദേശാമി രാമകൃഷ്ണപിള്ളയും സാഹിത്യ രംഗത്ത് അവതരിപ്പിച്ചിട്ടുള്ള നിരൂപണ പദ്ധതി, ആ നിരൂപണ പദ്ധതിയുടെ ഒരു ആവർത്തനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയാണ്, ആരോഗ്യകരമായ വളർച്ചയാണ് ചങ്ങമ്പുഴയുടെ ഈ സമാഹരിക്കാത്ത ലേഖനങ്ങൾ എന്ന് പറഞ്ഞ കൃതിയിൽ തൊഴിലാളി വർഗ സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ബോധ്യമാകുന്നു. പിന്നെ 7ാമത്തെ കൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കൃതികൾ എന്ന് പറഞ്ഞ 7ാമത്തേത് ചങ്ങമ്പുഴ പലർക്കെഴുതിയ കത്തുകളാണ്. കാരണം ഡോക്ടർ ഗോദോർമ്മയ്ക്ക്, അതുപോലെ ഡോക്ടർ PK ബാലകൃഷ്ണന് തുടങ്ങി നിരവധി ആളുകൾക്ക് എഴുതിയ കത്തുകൾ, അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് എഴുതിയൊരു കത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എഴുതിയൊരു കത്ത്, ഇതൊക്കെ ഇവിടെയുണ്ട്. ഇത് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കുന്നത്, ഈ കത്തുകൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ചങ്ങമ്പുഴയുടെ മാനസിക വ്യാപാരമാണ്. ഇത്രയും ഉന്നതനായൊരു മനുഷ്യൻ ഒരു കാമുകിക്ക് എഴുതുന്ന കത്തിൻ്റെ സ്വഭാവം, അതുപോലെ PK ബാലകൃഷ്ണൻ എഴുതിയ കത്തിൻ്റെ സ്വഭാവം, ഡോക്ടർ ഗോദോർമ്മ തൻ്റെ ഗുരുവായ ഗോദോർമ്മയ്ക്ക് എഴുതുന്ന കത്തിൻ്റെ സ്വഭാവം, ഇതൊക്കെ വയ്ക്കുമ്പോൾ ചങ്ങമ്പുഴ OMD സാറിൻ്റെ ഒരു ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഒരു കനഡോസ്കോപ്പ് ഇങ്ങനെ തൂക്കി പിടിച്ച പോലെയാണ് ചങ്ങമ്പുഴയുടെ ഈ വർണ്ണ വൈവിധ്യം നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് തുടിക്കുന്ന താളുകൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ, ഇതൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വരുന്നത് തർജ്ജിമകളിലേക്കാണ്. ആ തർജ്ജിമകളിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ വിശദമായ പരിശോധന ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ തർജ്ജിമയുണ്ട്, ഒരു നോർവീജിയൻ നോവൽ. അത് ഈ സിഗ്രറ്റ് ഉണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, നോബൽ സമ്മാനർഹയായ സ്ത്രീയെ, അവരുടെ നോർവീജിയൻ നോവലാണ് പ്രതികാരദുർഗ. ഈ ഗുണ്ണേഴ്സ് ഡാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, അവൻ്റെ പരിഭാഷയാണ് പ്രതികാരദുർഗ. അപ്പോൾ ചങ്ങമ്പുഴയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ആ നോവൽ പോലും തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഒരു കാമുകിയും കാമുകനും തമ്മിലുള്ള ബന്ധം, അതിസുന്ദരിയായ എന്നാൽ തൻ്റെ കാമുകനെ ഇഷ്ടപ്പെടുന്ന വിക്ടിസ് എന്ന് പറയുന്നൊരു സുന്ദരിയായ സ്ത്രീ, അവരെ യോട്ടെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ധീരനായ ഒരു ചെറുപ്പക്കാരൻ, അയാളെ ഒരു കപ്പൽ സഞ്ചാരിയാണ്, കൊള്ളക്കാരനാണ്, അയാളെ കാണുന്നു.
അയാളോട് അനുരാഗം ജനിക്കുന്നു. പക്ഷേ അയാൾക്ക് അനുരാഗവും മൃദുവികാരമൊന്നുമില്ല. അയാൾ ആദ്യമേ തന്നെ ഈ സ്ത്രീയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഇയാളോട് സ്നേഹമുള്ളപ്പോൾ പോലും ഇയാളുടെ ഈ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതികാര ദുർഗയായി മാറുന്ന ആ കാമുകിയാണ് ഇതിൽ കാണുന്നത്. അയാളിൽ തനിക്ക് ജനിച്ച മകനെ കൊണ്ട് അയാളുടെ കഴുത്തറുത്ത് തനിക്ക് സമ്മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം. ഞാൻ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുപോലെയാണ് പൂനിലാവ് എന്ന് പറഞ്ഞ മറ്റൊരു അദ്ദേഹത്തിൻ്റെ തർജ്ജമകൾ 8 വിശ്വസാഹിത്യകാരന്മാരുടെ ടോൾസ്റ്റോയി, മോപ്പസാങ്, ഗോർക്കി അടക്കമുള്ള എഴുത്തുകാർ, ചെക്കോവ് അടക്കമുള്ള എഴുത്തുകാർ, അവരുടെ ചെറുകഥകളുടെ ഒരു തർജ്ജമയാണ് പൂനിലാവിൽ എന്ന് പറയുന്ന ആ പുസ്തകം. മറ്റൊന്ന് കഥാരത്നമാലികയാണ്. ചാൾസ് ലാംബ് ഷേക്സ്പിയറിൻ്റെ 4 നാടകങ്ങൾ കഥ ചുരുക്കി പറയുന്ന, ഷേക്സ്പിയറുടെ കഥകൾ ചുരുക്കി പറയുന്ന ഒരു സമാഹാരമാണ് ചാൾസ് ലാംബിൻ്റെ ഈ കഥ. ആ നോവലിൽ ആ കഥകളുടെ തർജ്ജമയാണ് കഥാരത്നമാലിക. പിന്നെ വരുന്നത് വിശ്വസാഹിത്യത്തിലെ നാടകങ്ങളുടെ തർജ്ജമയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ചങ്ങമ്പുഴയുടെ നാടക തർജ്ജമകളെക്കുറിച്ചാണ്. ആ നാടക തർജ്ജമകളിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നാടക തർജ്ജമയ്ക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനമാണ് ഈ ആൻ്റൺ ചെക്കോവിൻ്റെ വിവാഹാലോചന, കരടി എന്ന് പറയുന്ന നാടകങ്ങൾ. ഈ നാടകങ്ങളിലൂടെ റഷ്യയിലെ ഈ വരേണ്യവർഗത്തിൻ്റെ പൊങ്ങച്ചം അത് അതിസമർത്ഥമായി വിമർശിക്കാനാണ് അദ്ദേഹം ഈ നാടകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നോബൽ സമ്മാനാർഹനായ ഒരു ബെൽജിയൻ എഴുത്തുകാരൻ മോറിസ് മെറ്റേർലിങ്ക്, ലോകത്തെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പെലീസും മെലിസാന്തയും എന്ന് പറയുന്ന ഒരു നാടകം, അതൊരു പ്രത്യേക മിത്താണ്. ആ മിത്തിനെ ഡെവലപ്പ് ചെയ്ത് നാടകമാക്കിയതാണ്. മറ്റൊന്ന് ഈഡിഷ് നാടകകൃത്തായ മാർക്ക് ആൺസ്റ്റീൻ്റെ അനശ്വരത എന്ന് പറയുന്ന അനശ്വര ഗാനം എന്ന് പറയുന്ന മറ്റൊരു നാടകം. അതുപോലെ ജാപ്പനീസ് ഭാഷയിൽ നിന്ന് 2 നാടകങ്ങൾ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സനിൽസു മുഷാക്കോജി എന്ന് പറയുന്ന ഒരാളുടെ മാനസാന്തരം. അതുപോലെ താക്കിയോ ആനിഷിമ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ മൃതി എന്ന് പറയുന്ന നാടകം. മൃതി എന്ന നാടകത്തെ സംബന്ധിച്ച് ഒരല്പം വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചങ്ങമ്പുഴയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടതാണ് മൃതി. മൃതി ഇന്നുവരെ ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. മൃതി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് പെരപ്പങ്കോട് മുരളി എന്ന് പറഞ്ഞ ഞാനാണ്. ഞാൻ 1987 ഗ്രന്ഥാലോകത്തിൻ്റെ പത്രാധിപരായിരിക്കുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് വേണ്ടിയൊരു ചങ്ങമ്പുഴ പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിക്കാനിടയായി. ആ പ്രസിദ്ധീകരണത്തിലാണ് ചങ്ങമ്പുഴയുടെ സ്വന്തം കൈയക്ഷരത്തിൽ അതേപോലെ ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഈ കൃതിക്കൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങമ്പുഴയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. ചങ്ങമ്പുഴയ്ക്ക് ഒരു അഭീത ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു ഡോക്ടറുടെ ഭാര്യ രുക്മിണി. അപ്പോൾ അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം 1942 മദ്രാസി ലോ കോളേജിൽ വിദ്യാർത്ഥിയായി. അങ്ങനെ ലാ പഠിക്കാൻ വേണ്ടി അവിടെ പോയി. അവിടെ പോയപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ താമസിക്കേണ്ടി വന്നത് ഇവരുടെ സഹോദരന്മാർക്ക് ഒരുമിച്ചാണ്. ഡോക്ടർ PKR വാര്യർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ നമ്മുടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോടൊക്കെ ഒപ്പം പഠിച്ചിരുന്നവരാണ് ഈ സ്ത്രീയുടെ മക്കൾ, സഹോദരന്മാർ. മക്കളെന്നും പറയുന്നുണ്ട്, മക്കളെന്നാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷേ സഹോദരനാണ് എന്നാണ് വേറെ ചില ആളുകൾ പറയുന്നത്. മക്കളായാലും സഹോദരന്മാരായാലും അവർക്കൊപ്പമാണ് ചങ്ങമ്പുഴ താമസിച്ചത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖമുണ്ടായി. ആ അസുഖമുണ്ടായി അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പലതും ഉറക്കഭ്രാന്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. അത് ഈ സഹോദരന്മാർ കേൾക്കാനിടയായി. അവർ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പ്രണയലേഖനങ്ങൾ ചങ്ങമ്പുഴയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയത്. അത് വെച്ചുകൊണ്ട് അവർ ചങ്ങമ്പുഴയെ കൊല്ലാൻ തീരുമാനിച്ചു. അതെങ്ങനെയോ ചങ്ങമ്പുഴ അറിഞ്ഞു. ചങ്ങമ്പുഴ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് വണ്ടി കയറി എടപ്പള്ളിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്.
അന്ന് ശങ്കരമംഗലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മദ്രാസിൽ താമസമുണ്ട്. ആ വീട്ടിലാണ് അന്ന് രാത്രി തങ്ങിയത്. ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം അന്തി ഉറങ്ങിയ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഒരു ജാപ്പനീസ് നാടകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമ, അതാണ് മൃതി. അത് അന്ന് രാത്രി അവിടെ നിന്ന് തർജ്ജിമ ചെയ്തു. ആ പുസ്തകം അവിടെ ഇട്ടിട്ട് അദ്ദേഹം പിറ്റേന്ന് രാവിലെ ഇടപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ചങ്ങമ്പുഴയെ കുറിച്ച് ഓർമ്മിച്ചിട്ടേ ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞ് ആ കോപ്പി എങ്ങനെയോ മലയാള മനോരമയുടെ ഓഫീസിലെത്തി. മനോരമയുടെ ഓഫീസിലെത്തിയപ്പോൾ മനോരമക്കാർ ഒരു ആതറൈസ് ചെയ്യാത്തൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരവിടെ ഷെൽഫിൽ വെച്ചിരുന്നു. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സാനുമാഷാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പ്രൊഫസർ CP ലീലയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ CP ലീല അത് ഗവേഷണത്തിൽ ചേർക്കുകയും ചെയ്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 87 ഞാൻ അന്നത്തെ ആഴ്ചപ്പതിപ്പുകളിലെല്ലാം ഒരു കത്തെഴുതിയിരുന്നു. ചങ്ങമ്പുഴയുടെ പ്രസിദ്ധീകരിക്കാത്ത ഏതെങ്കിലും ലേഖനങ്ങളോ കവിതകളോ കിട്ടിയിട്ടുള്ളവർ ദയവായി അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രൊഫസർ CP ലീല എനിക്ക് അയച്ചു തന്നതാണ് ഈ മൃതി. ആ മൃതിയാണ് വാസ്തവത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ആദ്യമായി പരസ്യമായി ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് പോകുന്നത്. പക്ഷേ നേരത്തെ ഗ്രന്ഥാലോകം 5 രംഗങ്ങളുള്ള ഈ നാടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു നാടകമാണ് വിവേകപൂർവം എന്ന് പറയുന്ന നാടകം. ഒരു ഹംഗേറിയൻ നാടകമാണ്. അതുപോലെ ഫനേലെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്വപ്നാത്മക നാടകം. ഇങ്ങനെ 8 നാടകങ്ങളാണ് അദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ 18 തർജ്ജിമ കൃതികളും ഒറിജിനൽ പോലെ മനോഹരവും അതുപോലെ ചങ്ങമ്പുഴയുടെ ജീവിതവുമായി വളരെയേറെ ബന്ധമുള്ളതുമാണ്. അപ്പോൾ ചങ്ങമ്പുഴ കൃതികൾ വാസ്തവത്തിൽ ഈ തർജ്ജിമ കൃതികളും ചങ്ങമ്പുഴ കൃതികളും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത വിധം അത്ര കണ്ട് വൈകാരികമായ സംഘർഷാത്മകമായ അതിമനോഹരമായ കലാസൃഷ്ടികളാണ് ഈ കൃതികൾ. ഇതിനെ സംബന്ധിച്ച് പ്രൊഫസർ മുണ്ടശ്ശേരിയും പ്രൊഫസർ ഗുപ്തൻ നായരും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു സമഗ്രമായ പഠനമോ സമഗ്രമായ കൃതികളുടെ ഒരു വായനാ അനുഭവമോ നമുക്കുണ്ടായിട്ടില്ല. തീർച്ചയായും ചങ്ങമ്പുഴയുടെ ഈ 109ാം ജന്മദിനത്തിൽ ഈ കൃതി പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും അതിൻ്റെ ഡയറക്ടർ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രൊഫസർ V. കാർത്തികൻ നായരോടും ഉള്ള എൻ്റെ നന്ദി, മലയാളികളുടെ നന്ദിയും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ ചെറു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.